God. Good morning and welcome everyone. Glad to have you all with us. My name is Jolly Joseph Tarambalam, and I'm standing here on behalf of the Houston Women's Pentecostal Fellowship, or we call it HWPF. ഇവിടെയുള്ള പ്രത്യേകം ഒരു എല്ലാ 17 churches ഒന്നിച്ചുള്ള ആരാധനയുടെ ഒരു ഭാഗമാണ്. It's called HPF, Houston Pentecostal Fellowship, and we are the ladies or the sisters wing of the HPF. And I just want to take a moment to introduce our officials. I am currently serving as the president of the HWPF 2020. We have our rest of the officials joining us today. We have Vice President, Sister Lizzie Korean. We have Secretary is Sister Shaila Philip. We have Treasurer, Sister Eliama Uman. Prayer Coordinator, Eliama George. Worship Coordinator, Joycey Philip. It is such a joy to be with everyone. Joy to come to your families today to share the good news of the gospel of Christ. Praise God. We are living in a very, I would say, a very perilous time. An evil time, we would say, if you want to say so. But there is, this is a time we are called to be different in our thinking, different in our, in what we do. We got to do what we have never done before. But everything is changing so rapidly, and we have to change our strategy. We can see educational മാറ്റം വന്നു, പല വിഷയത്തിലും നമുക്ക് മാറ്റം വന്നിരിക്കുകയാണ്. എന്നാൽ ആരാധനയ്ക്കും മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം, ദൈവജനത്തിൻ്റെ സ്തുതി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. പ്രൈസ് ഗാഡ്. അവരുടെ ആരാധനയ്ക്ക് ഒരു മാറ്റമില്ല. ആരാധന കൂടിയിട്ടേ ഉള്ളൂ. ദൈവത്തിൻ്റെ സന്നിധി നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദൈവജനത്തിൻ്റെ സ്തുതി ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ആരാധന കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒട്ടും കുറവില്ല. His deliverance, His victory, we are still seeing every day the power of God moving in our midst. Maybe നമ്മൾ ആരാധന സ്ഥലത്ത് ഒന്നിച്ചല്ലായിരിക്കും, എന്നാൽ ഓരോ ഭവനങ്ങളിലും ഒരു ബഥേലായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും ആരാധന. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ ഓർത്ത് സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിന്നും ഹല്ലേലൂയ ഒരുമിച്ച് വന്നിരിക്കുന്നത്. I'm hoping that the time that we spend together will be a great time of blessing. ഒരു സാധാരണ ഒരു ആരാധന പോലല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വലിയ അത്ഭുതങ്ങളെ ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ എക്സ്പെക്ട്. Maybe you are in your home. Hallelujah. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പ്രസൻസ് നിങ്ങളുടെ മുറിയിലേക്ക് കടന്നു വരും. ദൈവീയ സാന്നിധ്യം ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കും. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. As I said, that maybe just the way, or maybe just the strategy may have to be different. Hallelujah. ശിഷ്യന്മാർ, നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. Hallelujah. Jesus പറഞ്ഞു, take the same boat, take the same net. Hallelujah. But instead of throwing to the left, you throw the net to the right. Praise God. Hallelujah. And it's the strategy that these days we don't have a lot of time. Hallelujah. കാലം അധികമില്ല, നമുക്ക് സമയം അധികമില്ല. കിട്ടുന്ന സമയങ്ങൾ കർത്താവിന് വേണ്ടി there is only one desire. ഹല്ലേലൂയ. ഈ HWPFന്റെ പ്രത്യേകമായ ഒറ്റ ഡിസയർ ഉണ്ട്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കണം. നമ്മെ സ്നേഹിച്ച നാഥൻ. ഹല്ലേലൂയ. ലോകം മുഴുവനും അറിയണം. ഒരൊറ്റ ജനം പോലും യേശുവില്ലാതെ മരിക്കരുത്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹം നാം പാപികളായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി, ക്രൂശിന്മേൽ യാഗമായി. ഹല്ലേലൂയ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ വേറൊരു നാമമില്ല. യേശുവിൻ്റെ നാമം, അത് അത്ഭുത നാമം. അത് രോഗികളെ സൗഖ്യമാക്കുന്നു. അത് വിടുതല് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏറ്റവും വലിയ miracle is the experience of salvation, to know Christ. Hallelujah. യേശുവിനെ അറിയുവാൻ, യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് തേടി വന്നത് ഓർക്കുമ്പോൾ he emptied himself. അവൻ തന്നെ താനെ ഒഴിച്ചു നമുക്ക് വേണ്ടി. ആ സ്നേഹം ഓർക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. He will never fail us.
Hallelujah. Even കഷ്ടത ഉണ്ട്, പ്രയാസമുണ്ട്, but know that he is always with us. He will never fail us. Hallelujah. അവൻ ഒരിക്കലും നമ്മെ തോൽപ്പിക്കില്ല, ക്ഷീണിപ്പിക്കത്തില്ല. കഷ്ടത ഉണ്ടെങ്കിലും അവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ്. We are going to, as we are going to see a victory. Praise God. Hallelujah. We're going to start just going to have a word of prayer. Will you all bow down your കണ്ണടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Lord. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. Thank you, my Father. We worship you, Lord. Hallelujah, for this time that you have given us to be together, to stand in gap, to intercede. Hallelujah. As a nation, hallelujah, as the people of God, oh Father, we thank you that you gave your life for us, Lord. You emptied yourself for us, Lord. Hallelujah. Thank you for your protection, your loving mercy and kindness. Father God, we pray that if there's anyone that is sick, as they are listening to our voices this morning, oh Father, we ask you that you will heal, Lord. Thank you for healing so many people that have been tested positive, but I thank you for your healing power and your healing touch. I pray that if anyone is sick in their body or whatever their needs may be, you be the center of everything, oh Father. We thank you, Lord. We need your presence more than ever before, Lord. Hallelujah. Thank you, Lord. Take complete control, oh Father. Have your way, Lord Jesus. Thank you, Father. Father, we need your presence, Lord. We have tasted and seen. Hallelujah. Oh, we have tasted your presence, Father. We are thirsty. We are hungry, Lord. Hallelujah. We want to experience your presence, Father. We thank you, Lord. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നടത്തിക്കാട്ടെ. ഇന്നത്തെ മീറ്റിംഗ് എല്ലാം വലിയ അനുഗ്രഹമാക്കി ദൈവം തരുവാൻ പോകുന്നതിനാല് സ്തോത്രം. Thank you, Lord. In Jesus' name we pray. Hallelujah. Next, I'm going to ask all the ladies and the singers to മലയാളത്തിൽ പാട്ട് പാടാൻ എല്ലാവരും കടന്നു വരാൻ ഇൻവൈറ്റ് ചെയ്യാണ്. Thank you so much. ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാലത്തിൽ ഹൂസ്റ്റണിലുള്ള 17 ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ HWPയിലൂടെ ഈ മീറ്റിംഗ് നടത്തുവാനിടയാക്കിയ ദൈവത്തിന് ആദ്യമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ശ്രവിക്കുന്ന എല്ലാവർക്കും ഈ ഗാന ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നാവും പാടി വാഴ്ത്തുവെന്ന പാട്ടുപാടി ആരംഭിക്കുന്നു. La la la
വീണ്ടും നമ്മൾ പാടുവാൻ പോകുന്നത് എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മധ്യാഹ്നനായുള്ള പാട്ടാണ്. നമ്മൾ ഈ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ COVID-19 സമയത്ത് ഹല്ലേലൂയ, ഈ ദൈവം നമുക്ക് വലിയവനാണ് മധ്യാഹ്നനാണെന്ന് പറയുവാൻ തക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മളെല്ലാവരോടും പറയുവാൻ, നമുക്ക് ഉച്ചത്തിൽ പറയുവാൻ ദൈവം ഇടയാക്കുന്ന ഒരവസരമാണിത്. നമുക്ക് ഈ പാട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് പാടാം. ഈ പാട്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ട് പാടുകയാണ്. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മധ്യാഹ്നൻ. ഹ്യൂസ്റ്റൺ വുമൻസ് പെന്തക്കോസ്റ്റൽ മീറ്റിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹായോഗത്തെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്റർ ജോളി ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നു. തന്നോടൊന്നിച്ച് പ്രവർത്തിപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഷീസ് എ വെരി ഗുഡ് ലീഡർ. ദൈവം ഈ പ്രസ്ഥാനത്തെ ഈ ഹ്യൂസ്റ്റണിൽ മാത്രമല്ല ലോകമെമ്പാടും വളർത്തിയ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്, എത്ര മതിയായ ദൈവമാണ്. ചെറിയ സംരംഭങ്ങളെ ദൈവം വളർത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് 7 to 8 HWPFൻ്റെ പ്രയർ മീറ്റിംഗ് ഉണ്ട്. ആ പ്രയർ മീറ്റിങ്ങിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇവിടെ കടന്നു വന്ന ഹ്യൂസ്റ്റൺ കടന്നു വന്ന ആ സമയം മുതൽ ആ പ്രയർ മീറ്റിംഗ് കടന്നു വന്നതിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ഇന്നും അത് അനുഗ്രഹമായിരിക്കുന്നു. അത് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി ഇവിടെ ഇല്ല, സിസ്റ്റർ ഏലിയാമ്മ ജോസഫിനെ ഞാൻ അതിനായി അഭിനന്ദിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല പകൽക്കാലം ഇങ്ങനെ ഈ പാൻഡമിക്കിൽ ഇങ്ങനെ ഒരിക്കലും നമ്മളിങ്ങനെ ഈ മാധ്യമങ്ങളിൽ കൂടെ
ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷകരെ ചെയ്യുവാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്നാൽ അവിചാരിതമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയമൊക്കെ കർത്താവിന് അതിന് കൺട്രോളുണ്ട്. കർത്താവിന് അതിന് ദൈവനാമം അതിൽ കൂടെ മഹത്വമെടുക്കണം. അത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. ഇന്നത്തെ പാൽക്കാലത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് നിന്റെ മക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. കർത്താവെ, 5 അപ്പത്തെ 5000 പേർക്ക് പോഷിപ്പിച്ചു കൊടുത്ത ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പലക്കാലം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അങ്ങയുടെ നാമഹത്വത്തിനായി തീരുവാനൊക്കെ ഇടയാകണമേ. എല്ലാ നാമത്തിനും മേലായി അവിടുത്തെ നാമം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വമെടുപ്പാനൊക്കെ ഇടയാകണമേ. കർത്താവെ, ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ നിന്റെ മക്കളെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിന് ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഈ ലോകമാകുന്ന ഈ സാഗരത്തിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിത യാത്ര, ഈ നൗക കർത്താവെ, വിശ്വാസമാകുന്ന പടകിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ എത്തേണ്ടതായ ആ തുറമുഖത്തെത്തുന്നവരെയും ഞങ്ങളുടെ വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോകാതെ ഞങ്ങളെ കാക്കണമേ. വിശ്വാസത്തിന് നായകനും പൂർത്തീകരണത്തിനായി യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ ആവശ്യമായി കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാധ്യമങ്ങളിൽ കൂടെ ലോകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ അനേക ഭാരമായി കർത്താവെ, പ്രയാസമായി കർത്താവ്, ദുഃഖമായി ഇരിക്കുന്ന അനേക ജനങ്ങളുണ്ട്. കർത്താവെ, അവരുടെ നടുവിലേക്ക് കർത്താവെ വചനം അയച്ചവരെ ഹീൽ ചെയ്യണമേ. ഞങ്ങളുടെ കുഴികളിൽ ഞങ്ങളെ വിടുവിക്കുന്ന അവിടുത്തെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവെ, ഇന്ന് പലകാലം കർത്താവെ, ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, ഹല്ലേലൂയ, അങ്ങ് മരിച്ചല്ലോ ദൈവമേ. മരുഭൂമിയിൽ ദൈവമേ, ആ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടതുപോലെ യേശുവിലേക്ക് നോക്കുന്നവർ ഇന്ന് പലകാലം രക്ഷപ്പെടുമല്ലോ. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങേ ഉയർത്തിയാണ്, അവിടുത്തെ ക്രൂശിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. കർത്താവെ, സ്തോത്രം. ദൈവമേ, ഇന്ന് പലകാലം കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം, ഹല്ലേലൂയ, അത് സംഗീത ശുശ്രൂഷകൾ കർത്താവെ, പാഠ്യ പ്രാർത്ഥന എല്ലാം കർത്താവിന്റെ നാമത്തിനായി തീരുവാനൊക്കെ വിടിയാകണമേ. കർത്താവെ, തുടർന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസിമാരായ സിസ്റ്റർ സാറ കോവിലിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സിസ്റ്റർ ഫേവായെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിനക്ക് ദൈവമേ, അവരുടെ കർത്താവെ കൊടുത്തിരിക്കുന്ന വചനം കർത്താവ് അവർ പറയുമ്പോൾ അത് കർത്താവ് അനേകർക്ക് അവരുടെ ഹൃദയത്തിൽ അത് രൂപാന്തരമായി ഭവിക്കുവാനൊക്കെ വിടിയാകണമേ. ക്രിസ്തുവിന്റെ രാജ്യത്തിന് അത് ഉതകുവാനൊക്കെ വിടിയാകണമേ. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തെങ്കിലും കർത്താവ് കേൾക്കുന്നവര് രക്ഷപ്പെടുവാനൊക്കെ വിടിയാണ്. ഞങ്ങളുടെ രക്ഷകനായി, ഞങ്ങളുടെ കർത്താവായി ദൈവമേ, ഹല്ലേലൂയ, ഉയർപ്പിന്റെ വ്യാപാര ശക്തി ഏത് പരിശുദ്ധാത്മാവിൽ ഏത് ഹല്ലേലൂയ അർത്ഥത്തിൽ അവരെ ആ വചനം എഴുതപ്പെട്ടോ അത് അനേക ജീവിതങ്ങൾ അത് പതിവാനൊക്കെ വിടിയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ പാൽക്കാലം എല്ലാം കർത്താവെ, ഞങ്ങളുടെ നാമത്തിനായി തീരുവാനൊക്കെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, സ്തോത്രം. മാനവും എടുക്കണമേ, മഹത്വവും എടുക്കണമേ. ഞങ്ങൾക്കായി ജീവിതം യേശുവേ, അങ്ങയുടെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുടെ വിടുത്തം വരണമേ. ആമേൻ. Praise God. Hallelujah. It is so wonderful again to be in the presence of God. As prayer time, I've heard my daughter actually said this. She said, prayer is not wasted. It's an investment. Hallelujah. What a powerful meaning is in there. It said prayer, sometimes we spend our time in our homes, maybe just in our corner, in our closet, crying out to the Lord, and we think we spend so many hours. But let me tell you, it is never a wasted time. It's way better than putting all the investment and all the money or anything that we can give it to our children. So know that the time that you spend in the presence of God, it is so powerful. I have tasted and seen the victory that God is giving it to us. Hallelujah. So be encouraged. Hallelujah. Know that He is fighting the battle. Maybe we are going through some issues and problems, but God
knows it all. Hallelujah. He's in control of everything. Praise God. And know that He is fighting the battle for you. Hallelujah. We are standing in His victory because He has already taken the victory. All we are doing is just standing in His victory. Just to be calm in the presence of God, because we know we have a Father. We know we have a Master. He is El Shaddai. Hallelujah. He's an Almighty God. He is, hallelujah. കർത്താവ് നമ്മുടെ ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം. He fights the battle. Hallelujah. He is Jehovah Nissi. He is Jehovah Jireh. He is your provider. He is your healer. Hallelujah. ഇന്ന് ശരീരത്തിൽ എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവത്തിന് നമ്മളെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. Hallelujah. Thank you, Lord. Hallelujah. Praise Jesus. Thank you, Lord. Next, I'm going to introduce a very special person. This is Sister Feba Varghese. She's going to do a very short English message. And I'm sure we are going to have a great time. God is going to speak to our heart. Sister Feba Varghese, she's actually wife of Pastor Dr. Sabu Varghese, IPC Hebron Church in Houston. She's an amazing woman of God. And let's just sit with an open heart. Lord, speak to me, Father. Hallelujah. Let's put all our burdens upon the Lord, and He is going to speak to every individual. Maybe you are at home. Hallelujah. Maybe you are at work, but God is going to speak to us. And after that, don't go away. We're going to have some worship by our English team, our young people. They're going to come and lead us into worship, and we can worship. We can join with them to worship the Lord. Praise God. Thank you. Sister Feba, come on up here. Thank you. Join me here. Thank you. Praise the Lord. I thank the Lord for this opportunity to stand before you with the Word of God. I thank the HWPF leadership, especially Jolie Auntie and other leaders, for allowing me to share from the Word of God. For our short meditation, let's turn to Matthew chapter 11, verse 28. Matthew 11:28 to 30. It says in NLT translation, it says, "Then Jesus said, 'Come to me, all of you who are weary and carry heavy burdens. I will give you rest. Take my yoke upon you. Let me teach you, because I am humble and gentle at heart. And you will find rest for your souls. For my yoke is easy to bear, and the burden I give you is light.'" Let's look to the Lord in prayer. Jesus, we thank you for this privilege to come together in your presence. Father God, we thank you for everyone that's watching this program. Father, we pray that your presence will be felt so real in their lives. Father, these words that you gave me to share today is your inspiration to me, and I pray that you will guide every word that's coming out of my mouth. Father, I pray as we speak this word that you lift the burdens and the heavy burdens that our people and all across this hearing of my word, whoever is carrying. Father, we pray for the presence of Almighty God, the power of the Holy Spirit to come and lift up the burdens, Father God. We pray that your Spirit will minister to us, Lord. We thank you for your Holy Spirit. Thank you for your guidance. In Jesus' name, amen. We're living in an unprecedented times. Nobody expected all of this pandemic to happen or to last this long. But in the midst of this, we have heard so many messages. We have heard messages of encouragement, of correction, and I praise God for all the ways that the Lord is speaking to us these days. This very short message that the Lord put in my heart to share is an invitation from the Almighty God, from our Savior Jesus Christ. Jesus says, "Come to me." You know, this message is mainly for those who are addressed in the next sentence. It says, "All of you who are weary and carry heavy burdens." It applies to men and women, of course, but I have personally been dealing with a lot of women, or ministering with a lot of women, praying with a lot of women. I thank God for that privilege. But I know especially as women carry a lot of burdens, and
I believe the Holy Spirit wants to speak to us from this word. All the time, at the time of Jesus, his ministry on this earth, we know that the Romans were ruling Israel, and they had heavy labor to do, and they had to pay a heavy tax, and the people were living in oppression. But in today's context, we might not have the same type of oppression, but in context to our lives, Jesus is calling us, all of us who are weary, to come to him. We are weary of many things. In every one of our lives, we are carrying burdens, very heavy burdens. Looking back to our life, many of the burdens and the weariness that we carry, we didn't expect to carry them when we were younger. We didn't think that life was going to be this way. Carrying pain, hurts, shame, rejection, fear, disappointments, unmet expectations, lack of affection, worry about your family life, worry about your children, worries about health, anxiety, depression, abuse, misunderstood. So goes the list. You can fill in whatever you're feeling onto that list. Whatever your list may contain, you didn't expect life to turn out this way, carrying many, many burdens. Looking at your life, you're asking the question, why am I carrying these burdens? I know that I've asked that question many times. We've all asked that question, but today, Jesus is inviting you to come. He's calling you to what he calls a true rest in his presence. He's calling you to lay your burdens at his presence. And at the same time, he's asking you to carry a different kind of yoke. You know, that doesn't make sense in a human perspective. You know, lay one down and carry another. Because Jesus says in verse 28 that he wants to teach us. He says, "Take my yoke upon you and learn from me. I am gentle and lowly in heart. You will find rest for your souls." He's saying, I will learn from me, because he's a teacher. He's asking that we come to him. Lay your burdens down and take the burden that he's asking you to carry. You know, a few chapters behind, in Matthew chapter 6, verse 27 to 34, Jesus says, by worrying, what can you add? You can't add anything to your stature by worrying. So he says, leave your worries, whatever it is, clothing or family or whatever it is, he says, bring it to the Lord. He wants to teach you a burden that's more important as a Christian to carry in this lifetime. He will be a humble and a gentle teacher. He will be patient, but we have to be willing to be a student. That's the hard part many times. We want to do things, but it's hard to be a disciple and a student and learn from him. This teacher might show us things that needs correction in our life. He will want to transform our life. He will point things that we need to reconcile, we need to repent, or we need to completely change our ways so that he can give us true rest. If we're willing to be a student at this master's feet, he can transform our life. He will be a true master if you're willing to be a disciple. More than that, if you are willing to be a disciple and under this master, you'll become humble and gentle just like him, because that's what Jesus says, I am gentle and lowly in heart. Our pride, our arrogance, our human nature will all lay at his feet when we are willing to be a student at his presence. And we will put on the characters of Jesus Christ. We will reflect what it means to truly reflect the love of God, and the word of God can penetrate into our lives. He calls us to carry his yoke because our purpose is bigger than just get through this life. Somehow make it to heaven. That's not what we're called for. I believe most of you listening to me knows Jesus and have accepted him into your life, but if you haven't, we are calling you to come to his presence for true rest and get to know him as your Savior. If you know him as a Savior, your purpose is not just to get through this life and make it to heaven. Your experiences, the burden that you carried,
The pain that you endured can be a testimony for somebody else, especially for those who don't know Jesus. How you came through life, how you came through the painful experiences, how the Holy Spirit delivered you and protected you can point somebody else to Jesus Christ. Are you willing to sit at his presence and have him show you how you can be a blessing to the broken world around us? There are so many people broken around us. In our churches, they might be sitting in the same row, or they were 3 months ago. They're in your circle. There are so many broken people around us. You just have to open your eyes and ask the Holy Spirit to show you how you can minister to them. Because carrying his yoke means Jesus loves the other person just like he loves you and me. To him, all of us are his children. So if somebody else is hurting, that's his burden as well. That's his pain. So he's asking you to look up above your pain. Look up above the burden that you're carrying into what is important to the heart of God. You know, the primary purpose of God is that nobody should lose eternal life. Jesus wants everyone everywhere to be saved. So that same God is calling us to carry the burden for evangelism, for nobody to perish, to come to the Lord. In 1 Timothy, I believe, it says, 1 Timothy 2, chapter 2, verse 3, God wishes that everyone everywhere to be saved. That is the burden of God. That is the yoke that he's asking you to carry. Jesus says his yoke is easy to bear. Why? Because it's founded in love. You know, when you love someone, when you love your children, your husband, your family, anything you do for them is not a burden because you do it out of abundant love. So when you love Jesus, anything he asks you to do in the Word of God is not a burden. It is an easy yoke. But you have to truly, genuinely be in love with Jesus. Once you love him, anything he asks you to do feels very, very easy. When you love your friend as much as Jesus loves you, it will not be hard to tell that friend how much Jesus loves them, because you don't want them to go to hell. You want them to experience the same deliverance and the healing that you experience. So when you love them as Jesus loved you, it becomes easy. So his yoke is truly easy. You know, he brought you through brokenness, pain of grief, grief of loss, physical pain, emotional pain, many brokenness that you went through. You came through that because there's somebody else that needs to hear your testimony and needs deliverance. His burden is light because he gives you the grace to carry it. He doesn't just ask you to carry his yoke and his burden and he doesn't walk away. He stands by your word. You know, we have so many verses to support these things, what I'm saying, but you are all well versed in the Word of God, so I will not read all the references. He promises never to leave us alone. He's always on our side. So as I wrap my short sermon here, let me just remind you, your purpose, my purpose, is bigger than this short lifespan. We might live to be 70, 80 the most. Maybe some of you make it to the 90s. Some are going younger. We leave when our assignment on earth is done. It doesn't matter what age it is. It doesn't matter what the number is, but we are all given an assignment. We leave when our time is done. But the most important question is, are you fulfilling the purpose that he asked you to do? The assignment that he gave you when he wrote your name in the book of life, the purposes that God intended for you, are you fulfilling them? These days, let's remember that our purpose is bigger than the burdens that we carry on our everyday life. We have all eternity ahead of us. Compared to all eternity, our life on earth is just a glimpse. And when this is over, we will be standing before God Almighty. You are called with a divine purpose. Even in the midst of your pain, learn to come to Jesus. Learn to lay your burdens at his feet. When you sit with him, you will learn what is the burden of God concerning the people around you.
He will lead you to the people that needs your ministry, that needs your prayer and your encouragement. You are a vessel that God is looking to use to heal brokenness around you. Be available to Him. Accept this invitation. Jesus says, "Come, all you who are heavy laden." Let Him carry your burdens and bring you healing. And let's learn to carry the burdens that are important to the Lord. May God bless you with His words. Praise God. Let's all worship together this morning time. We're going to sing a couple of songs. The first one is called Sea of Victory. And it talks about how whatever weapon may be formed against us, it shall not prosper, because with the blood of Jesus Christ, we shall overcome. So let's sing this song together. Turn it for good.
We trust in your name, Jesus. You be glorified, Father. Children, may His favor be upon you and 1,000 generations, and your family, and your children, and their children, and their children. May His presence go before you, and behind you, and beside you, all around you, and within you. He is with you, He is with you in the morning, in the evening,
your children, and their children, and their children. May His favor be upon you and 1,000 generations, and your family, and your children, and their children, and their children. May His presence go before you and behind you and beside you, all around you and within you. He is with you, He is with you in the morning, in the evening, in your coming, in your going, in your weeping, in rejoicing. He is for you, 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 He is for you. Thank you, Jesus. We believe. Thank you, Lord. We believe in your blessing, God. That is your promise to us, Father. We believe this morning, God, for our families, for our children, for our church, for our surroundings, everything that we touch, Father. Let it be blessed, Father, by your name, Jesus. You are more than enough for us, God. We love you, Jesus. You be glorified in this place, Jesus. Be glorified in our homes, God. Help us to trust in you and not to lose our hope and not to forget that you are with us, God, in every circumstance, Jesus. We surrender to you once again. In Jesus' name we pray. Amen. Praise God. Thank you all so much. What a great time of worship to be in the presence of God. We have such wonderful children. God is raising a generation that will honor God. Praise God. What a beautiful song. His favor is upon 1,000 generations. His presence will go before you. He's with you. He's in the morning, in the evening, in your going, in your coming. He's behind you, beside you. He's with you. What a time. In this time of need, we need His presence more than any other time. We need Him now. Praise God. Hallelujah. Thank you all so much. You know, one of the verses in the Bible, it says in Isaiah chapter 59 verse 21, it says, "As for me, this is my covenant." ദൈവത്തിൻ്റെ ഒരു കവനൻ്റാണ് ഇത് പറയുന്നത്. മൈ സ്പിരിറ്റ് ദാറ്റ് ഈസ് അപ്പോൺ യു. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവ്, എൻ്റെ വായിൽ തന്ന നിൻ്റെ വചനം, എൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും അതിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാൾ നീങ്ങി പോകത്തില്ല. This is a covenant love that we, covenant promise that God has given to us. Let's declare നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഭക്തന്മാരായി അവിടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് 1,000 and their blessings we are going to see. Hallelujah. From generation to generation. So don't give up, parents and moms especially. Please no, don't give up on our prayers. Hallelujah. Next, my job is to introduce our speaker. We're going to have Sister Sarah Coburn joining us with the Word of God from Springfield, Missouri. Praise God. She's an amazing woman of God. You know, she's a powerhouse. Sister Sarah George, she's an evangelist with a gift to communicate with people of all age groups. Currently, she's ministering alongside her husband, Pastor Dr. A.K. George, at Ozark Christian Tabernacle. The church was founded by the couple and is multi-ethnic church where their children serve in various capacities. She has a live TV program for such a time as this, airing in the Ozark for many years. Daughter of Mary Coburn, that we all know,
Sister Sarah has been a guest speaker at conventions of various Christian organizations and Christian women's ministry and conferences. Sister Sarah George has been involved in the Lord's work in various capacities. She organizes a yearly women's seminar and is involved in various community activities. She also ministers frequently to draw people to have a deeper relationship with the Lord through prayer and speaking the word. It is my joy to invite Evangelist Sister Sarah George. Thank you. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ മധ്യേ ഞാനായിരിക്കാൻ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. നമ്മളെ ഒരുമിച്ച് ഈ അല്പസമയം കർത്താവ് നമുക്കിങ്ങനെ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളോട് സംസാരിക്കേണ്ടത് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവാണ്. അതുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മുടെ മനസ്സുകളെ കർത്താവിലേക്ക് നമുക്ക് ചിന്തിക്കുകയും അതിനായി നമുക്ക് ഹല്ലേലൂയ ഒരു നിമിഷം ഹല്ലേലൂയ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. Hallelujah, hallelujah, hallelujah. We welcome you, Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവേ ഈ സമയത്ത് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്നവൻ, ഞങ്ങളുടെ വേദനകളെ അറിയുന്നവൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നവൻ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് ഹല്ലേലൂയ ഇന്നത്തെ ദിവസം ഹല്ലേലൂയ ഈ നിമിഷം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അതിനായി ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ നിന്റെ വചനം ഹല്ലേലൂയ പ്രാണനെ തണുപ്പിക്കുന്നതാകിയാൽ നിന്റെ വചനം ഹല്ലേലൂയ ഓ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ മുറിവുകളെ കെട്ടുന്നതാകിയാൽ നിന്റെ വചനം ഹല്ലേലൂയ ഞങ്ങൾക്ക് ആശ്വാസം തരുന്നതാകിയാൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ മനസ്സുകളെ തട്ടി ഉണർത്തിക്കൊണ്ട് ഈ കാലങ്ങളിലേക്കുള്ള ദൈവികമായ ആലോചനയും ദൂതും ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. സംസാരിപ്പാൻ അടിയാട്ടിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ ഞങ്ങൾ വരുന്ന കർത്താവേ ഹല്ലേലൂയ ഉദാചാരക സന്തരക്ഷസാരക പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ഹല്ലേലൂയ ഓ നീ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് ഭക്ഷിപ്പാൻ ഞങ്ങളുടെ മനസ്സുകളെ നീ ഒരുക്കിയാട്ട് അത് പറയുവാൻ അത് വിളമ്പിക്കൊടുക്കുവാൻ ആവശ്യമായ കൃപ അടിയാട്ടിക്കും തന്നാട്ട്. അതിനായി തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ നാമ മഹത്വത്തിനായി നീ അത് ചെയ്താട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ആലോചനയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ഹല്ലേലൂയ ഒരു വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആദ്യമായി ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കൊരുമിച്ച് ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഹോശേയ 10-ാം അധ്യായം 12-ാം വാക്യം. നീതിയിൽ വിതയ്ക്കുവീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരശു നീലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരുമായി കേൾക്കുന്ന എല്ലാവരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ദിസ് ഈസ് ദ ടൈം ടു സീക്ക് ദ ലോർഡ്. ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ഭൂമിയിൽ എല്ലാ ഇടങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന ഈ വൈറസ് COVID-19 സമയങ്ങളിൽ ആമേൻ സർവ്വതും നമ്മുടെ എല്ലാം ഹല്ലേലൂയ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം മാറ്റം വന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാത്ത വിധത്തിലും ആരും ഓർക്കാത്ത ഹല്ലേലൂയ ആമേൻ ഇങ്ങനൊരു കാലം വരുമെന്ന്
നമ്മൾ ആരും ചിന്തിച്ചതല്ല. എങ്കിലോ എല്ലാ നമ്മുടെ ബിസിയായിട്ടുള്ള അവസരങ്ങളിൽ നിന്നെല്ലാം മാറ്റി നമ്മളെ ഇപ്പോൾ ഭവനങ്ങളിലുള്ളിൽ അഥവാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പണ്ട് അനുഭവിച്ച അത്രയും സ്വാതന്ത്ര്യമില്ലാതെ നമ്മളിപ്പോൾ ഹല്ലേലൂയ പലതിനെയും ഭയപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാൻ വയ്യാഞ്ഞ കാലങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കാർക്കും ഇതൊരു അത്ഭുതമായി തോന്നരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ കാണുവാൻ ഇടയാകുന്നുണ്ട്. ഈ സമയത്ത് കർത്താവിൻ്റെ ഹിതം എന്താണ്? അതുകൊണ്ട് പണ്ടത്തെ പോലെ മുന്നോട്ട് പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഹിതം, നമ്മുടെ സഭയുടെ ദേശത്തിൻ്റെ രാജ്യങ്ങളുടെ ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ ഹല്ലേലൂയ ആരെ അന്വേഷിച്ചാലേ ഒക്കത്തുള്ളൂ. ഈ സമയത്ത് ഹല്ലേലൂയ വേറെ ആരെ അന്വേഷിച്ചാൽ പറ്റത്തില്ല. ദൈവം പറയുന്നത് എന്തെന്നറിയാവോ? യഹോവയെ അന്വേഷിക്കേണ്ട കാലമാണ്. ഹല്ലേലൂയ അന്വേഷിക്കേണ്ട കാലമായിരിക്കുന്നോണ്ട് ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നീതിയെ വിതയ്ക്കണം. ആമേൻ ആമേൻ. എന്നാലേ നമ്മൾ വിതയ്ക്കുന്ന അനുസരിച്ചാണ് കിട്ടുന്നത്. ഹല്ലേലൂയ എന്താണ്? ദേക്കൊത്തവണ്ണം ഹല്ലേലൂയ കൊയ്യാൻ നീതി വിതയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണമെന്ന് പറഞ്ഞാൽ, നീതി എന്ന് പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ നീതിമാനായ കർത്താവ് ദൈവത്തിൻ്റെ ദൈവവചനത്തിലും ആമേൻ ഹല്ലേലൂയ കർത്താവിനെ അന്വേഷിക്കാൻ പറയുമ്പോൾ ആമേൻ കർത്താവിൻ്റെ വചനത്തിൽ കൂടാണ് കർത്താവിനെ അന്വേഷിക്കേണ്ടത്. അവൻ്റെ ഹിതം എന്താണ്? മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ദൈവഹിതം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ വേറെ അല്ലാത്തവരെയൊന്നും ദൈവം അറിയുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നു, ഇതൊന്നും ഹല്ലേലൂയ വീരപ്രവർത്തികൾ ചെയ്യുന്നു, അതൊന്നും കാരണമാകുകയില്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് അനുസരിച്ച് ജീവിക്കുന്നവരെയാണ്. അതുകൊണ്ട് ദിസ് ഈസ് എ ടൈം, ഈ സമയങ്ങളിൽ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത് ദൈവഹിതമാണോ ഞാൻ ജീവിക്കുന്നത്? ഹല്ലേലൂയ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ ഏമോസിൻ്റെ പ്രവാചക പുസ്തകത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കും. ഏമോസ് എഴുതുമ്പോഴും അന്ന് ഇസ്രായേൽ ജനം ഭയങ്കര എല്ലാ വിധത്തിലും പ്രോസ്പെരിറ്റിയിലും എല്ലാ വിധത്തിലും ഹല്ലേലൂയ സമൃദ്ധിയായിരിക്കുന്ന കാലങ്ങളിൽ പ്രവാചകനെ അവരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ സന്ദർശനം വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെന്താണ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ട. 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. വാ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിച്ചാലേ ഒക്കെയുള്ളൂ. God will give us hallelujah ideas, amen, his plan and purpose. ഇതിൽ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് അവന് മാത്രമേ നമ്മളെ പറഞ്ഞ് ഹല്ലേലൂയ വഴി നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു എന്നെ പറയുന്നത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ എനിക്ക് പകരമായി ഒരു ഹല്ലേലൂയ I will send you a comforter. He will guide you. Hallelujah. He will counsel us. Amen. അതുകൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അവൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആത്മാവിൽ ജനിച്ചവർ ആത്മാവിനാൽ നയിക്കപ്പെടണം. ഈ സമയങ്ങളിൽ ഭയങ്ങളും എന്തറിയാൻ വയ്യാത്തപ്പോഴും ആമേൻ എനിക്കത് മനസ്സിലാക്കാം. ഐ എം ഓൾസോ എ കൺട്രോളിങ് ഫ്രീ. എല്ലാത്തിനെയും കൺട്രോളും എനിക്കറിയണം എന്തോ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ അതനുസരിച്ച് ചെയ്യാനൊക്കെ സ്വഭാവമുള്ള ആൾക്ക് ദൈവം എന്നെയും പഠിപ്പിക്കുകയാണ്. എന്താണ്? ഹല്ലേലൂയ കർത്താവിനെ ആശ്രയിപ്പാൻ. അതുകൊണ്ട് ഞാനൊരു ഭാഗം എരമ്യാവ്
ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ ഒന്ന് വായിക്കാം നമുക്ക്. 17-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 7-8 ഒന്ന് വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ആശ്രയിക്കുക മാത്രമല്ല, യഹോവ മാത്രം ആശ്രയിക്കുക. ഹല്ലേലൂയ. ദൈവം പഠിപ്പിക്കുക. നമ്മൾ പലരെയും കുഞ്ഞുങ്ങളെ ആശ്രയിക്കും, നമ്മുടെ ജോലി ആശ്രയം, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് അതൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ആകെ വെപ്രാളമാണ്. പെട്ടെന്നായിരിക്കും സ്നേഹിക്കപ്പെടുന്നവർ മാറ്റപ്പെടുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ 4 വർഷത്തിനകം എൻ്റെ പ്രിയ പിതാവും മാതാവും എനിക്ക് ആകെ ഉണ്ടായിരുന്ന സഹോദരനും എന്നിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ. ഈ സമയത്താണ് അറിയുന്നത് യഹോവ മാത്രമാണോ, ഇവരെയൊക്കെ ആശ്രയിച്ചാണോ എൻ്റെ ജീവിതം നയിച്ചത്. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മളിതെല്ലാം പഠിപ്പിക്കുന്നത്, കർത്താവ് മാത്രമേ അവസാനം വരെ കാണുകയുള്ളൂ. ഹല്ലേലൂയ. അവനെ മാത്രമേ നമുക്ക് ആശ്രയിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആ പാട്ടുകാരൻ എഴുതിയേക്കുന്നത്, ആശ്രയിപ്പാനൊരു ദേഹിയും ഇല്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മണ്ണിലെന്നാശ്വാസമായി പ്രിയനെ, മണ്ണിലെന്നാശ്വാസമായി, എനിക്കു നിൻ കൃപ മതിയേ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയ നാളും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയ നാളും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ, എനിക്കു നിൻ കൃപ മതിയേ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ കൃപ മതിയേ. അതുകൊണ്ടാണ് പൗലോസിനോടും യേശു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ എൻ്റെ ബലഹീനതയിൽ തുണി നിൽക്കുന്നതാകിയാൽ. ഹല്ലേലൂയ. കേൾക്കുന്ന നിങ്ങൾ ഏത് വിധത്തിൽ കടന്നു പോകുന്നെന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ഉദാചാരക സന്തലക്ഷസാരക, ഹല്ലേലൂയ, ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ മാത്രമേ ആശ്രയിപ്പാൻ കൊള്ളാവുന്നതിനുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ കൃപയിച്ചാര്, അവൻ്റെ കൃപ നമ്മളെ നടത്തും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ, ഹല്ലേലൂയ, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന, ഹല്ലേലൂയ, എന്ത് സംസാരിക്കണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന സഹോദരി, ബൈബിളിലുള്ള പല സഹോദരിമാരുടെ ജീവിതത്തിൽ നിന്ന് രൂത്തിൻ്റെയും നവോമിയുടെയും കഥയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. നമുക്കൊന്ന് ഹല്ലേലൂയ, ഇനിയുള്ള മുൻപിലുള്ള സമയങ്ങൾ ആ രൂത്തിനെയും നവോമിയെയും കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി നവോമിയുടെയും രൂത്തിൻ്റെയും ജീവിതത്തിലും പെട്ടെന്ന് അവർ വിചാരിക്കാത്ത നിമിഷങ്ങളിൽ, ആമേൻ, പെട്ടെന്നാണ്, ഹല്ലേലൂയ, അവരുടെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടത്. ഹല്ലേലൂയ. അവരുടെ കുടുംബജീവിതം തുടങ്ങിയതേ ഉള്ളൂ രൂത്തിൻ്റെ. എന്ത് പറ്റി? പെട്ടെന്ന് അവിടെ ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതുമാത്രമല്ല, നവോമിയെ സംബന്ധിച്ച് 2 മക്കളും 2 ആൺമക്കളുള്ളതും പോയി, ഭർത്താവ് മരിച്ചു. ഹല്ലേലൂയ. അവക്കുണ്ടെന്ന് പറഞ്ഞതൊക്കെയും അവളിൽ നിന്ന് വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. 2 പുസ്തകമാണ് വേദപുസ്തകത്തിൽ, 2 സഹോദരിമാരുടെ പേരെഴുതിയ പുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ ആ 2 ബുക്കും തുടങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ,
Now it came to pass in the days. Hallelujah. So happened. എന്താണ്? ഹല്ലേലൂയ. ന്യായാധിപന്റെ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്തൊക്കെ ക്ഷാമം ഉണ്ടായി. എസ്തറിന്റെ പുസ്തകത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകത, 2 പുസ്തകവും ഒരുപോലാണ് തുടങ്ങുന്നത്. ചിലതൊക്കെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്തിനെന്നറിയാവോ? ഹല്ലേലൂയ. ദൈവം ചിലതൊക്കെ, ആമേൻ, ഹല്ലേലൂയ, there is certain things happen in our life. നാശമെന്ന് തോന്നിയാലും, ആമേൻ, നഷ്ടമെന്ന് തോന്നിയാലും കർത്താവിൻ്റെ മുമ്പിൽ അതൊന്നും നഷ്ടമല്ല. എസ്തറിന്റെ പുസ്തകത്തിലാണെങ്കിൽ അശ്വേരോശിന്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അശ്വേരോശ് ഇവൻ തന്നെ. ആ കാലത്ത് അശ്വേരോശ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജസനത്തിൽ ഇരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആ കാലത്ത്, ആമേൻ, ഹല്ലേലൂയ, there is a season, a day, ഹല്ലേലൂയ, ആമേൻ, പെട്ടെന്ന് ദുർദിവസത്തിൽ നിങ്ങളെ എതിർത്ത് നിൽപ്പാനും, ഹല്ലേലൂയ, സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് എഫേസ്യർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ദുർദിവസം, ഈവിൾ ഡേ. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മളെ കാത്തുകൊള്ളണേ, ദുഷ്ടൻ്റെ കാര്യങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. പരീക്ഷ എപ്പോഴാണ് വരുന്നതെന്നറിയത്തില്ല. ഹല്ലേലൂയ. ഈ കോവിഡിൻ്റെ തന്നെ, COVID-19 നമ്മളാരും പ്രതീക്ഷിച്ചല്ലേ, പെട്ടെന്ന് വരികയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് വന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ, ചിലർ കേൾക്കുന്നവരുടെ ചില പ്രിയപ്പെട്ടവർ പെട്ടെന്ന് മാറിപ്പോയി, വേർപെട്ടു പോയതിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന ചിലരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ച സമയത്ത് നവോമിയും, ഹല്ലേലൂയ, എന്ത് പറ്റിയെന്നറിയാവോ? നവോമി ഒന്ന് കേട്ടു, ഇങ്ങനെ സംഭവിച്ചു, ക്ഷാമം വന്നു. അവരെന്തോ എടുത്തു. ഇവിടെ പെട്ടെന്ന് സംഭവിച്ചത് എന്താണെന്നറിയാവോ? ആദ്യം സംഭവിച്ചത് അവർ താമസിച്ച ബേദലഹേമിൽ ഒരു ക്ഷാമം. ബേദലഹേം എന്ന് പറയുന്ന അപ്പത്തിൻ്റെ സ്ഥലമാണ്. അപ്പത്തിൻ്റെ സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി പെട്ടെന്ന്. ആമേൻ, ഹല്ലേലൂയ. ആ സമയത്ത് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് മോവാബിൽ പോയതാ. ഹല്ലേലൂയ. മോവാബിൽ ഒരു കാലത്തും മോവാബില് ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ, പോകാനൊക്കുന്ന സ്ഥലമല്ലായിരുന്നു. എങ്കിലോ ക്ഷാമമായിരുന്നോണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്തു പറ്റി? അവിടെ അതിനെക്കാട്ടിൽ ക്ഷാമമല്ല, അവിടെ ഭർത്താവും നവോമിയുടെ ഭർത്താവും 2 ഹല്ലേലൂയ ആമക്കളുള്ളതും മരിച്ചു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, അവിടെ ജീവിതത്തിൽ സർവ്വതും നഷ്ടമായിരിക്കുമ്പോഴാണ് 6-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. എന്താണ്? ആമേൻ. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം, ഹല്ലേലൂയ, അവൾ കേട്ടു ദൈവം പിന്നെയും ബേത്ലഹേമിനെ സന്ദർശിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഷീ വാസ് റെഡി ടു ഗോ ബാക്ക്. കർത്താവ് ഈ നാളുകളിൽ നമുക്കിതെല്ലാം സംഭവിക്കുമ്പോൾ, പലതും സംഭവിക്കുമ്പോൾ നമ്മളെ ഓർപ്പിക്കുന്ന എന്തെന്നറിയാവോ? ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് ബാക്ക് ടു ദ ലോർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ്, എൻ്റെ ജനം, എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി, ഹല്ലേലൂയ, അവൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, മുഖം അന്വേഷിക്കുന്ന എങ്ങനെ? ദോഷം വിട്ടകന്ന മുഖം അന്വേഷിക്കുന്നെങ്കിൽ അവൻ നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ ദേശത്തെ വിടിവിക്കാമെന്ന് പറഞ്ഞ ദൈവം, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ, നാളുകളിൽ എന്താണ്? യഹോവയെ അന്വേഷിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. Here again I want to, hallelujah, remind, hallelujah, hallelujah, ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. അതിൻ്റെ അത്യാവശ്യം എന്തെന്ന് പറഞ്ഞാൽ, ദൈവത്തെ അന്വേഷിക്കുന്നതാണ് യു ക്രിയേറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഓഫ് എ റിവൈവൽ. വി ആർ ക്രിയേറ്റിംഗ്, ഹല്ലേലൂയ, അറ്റ്മോസ്ഫിയർ. ദൈവത്തിൻ്റെ ചിന്തിക്കുകയും ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ഒരു ഉണർവ് നമ്മുടെ ഉള്ളിനകത്ത് വരും. അതുകൊണ്ടാണ് നീതി വിതയ്ക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിനകത്ത്, ഹല്ലേലൂയ, വായിക്കാനും കൊടുക്കാനും പറഞ്ഞത്.
നവോമി കേട്ടു, ഹല്ലേലൂയ, അവർ പോകാൻ തുടങ്ങി. അവർ തിരിച്ചു പോയ സമയം എന്താണെന്ന് അറിയാവോ? ബാർലിയുടെ ഹല്ലേലൂയ ഹാർവസ്റ്റിൻ്റെ സമയത്താണ് അവർ തിരിച്ചു ചെല്ലുന്നത്. ഹല്ലേലൂയ. ബാർലി ഹാർവസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാവോ? ഈ പാസ് ഓവർ തൊട്ട് പെന്തിക്കോസിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. പാസ് ഓവർ തേഴ്സ്ഡേ കഴിയും, അതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ ഹല്ലേലൂയ അൺലെവൻ ബ്രെഡിൻ്റെ ഹല്ലേലൂയ ഫസ്റ്റ് ഫ്രൂട്ട് ഹാർവസ്റ്റ് കാണും. ഹല്ലേലൂയ ഫെസ്റ്റിവൽ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആ സമയത്താണ് അവർ മടങ്ങി വരുന്നത്. ഹല്ലേലൂയ. പാസ് ഓവർ. ആമേൻ. പാസ് ഓവർ എപ്പോഴാണ് എന്തുവാണ് ഓർപ്പിക്കുന്നത്? ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞാട്. ഹല്ലേലൂയ. അവരുടെ പാത അവർ മിസ്രൈമിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ആ സംഹാരകൻ അവരുടെ ഭവനത്തിലേക്കാതെ വണ്ണം അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം കട്ടളവാതുക്കൾ പുരട്ടിയത് മുഖാന്തരം അവർക്ക് രക്ഷ വന്ന ദിവസമാണ് പാസ് ഓവർ. ഹല്ലേലൂയ. നമുക്കറിയാം പാസ് ഓവർ കഴിഞ്ഞ് ഹല്ലേലൂയ ആമേൻ 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ പെന്തിക്കോസിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ഈ കാലങ്ങളെന്ന് പറയുന്നത് ഹല്ലേലൂയ ഈ COVID-19 കഴിഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാവോ? നമ്മളെയൊക്കെ ഇരുത്തിയിരിക്കുന്നത് എങ്ങനെയാണോ ദൈവത്തിലേക്ക് അന്വേഷിക്കേണ്ട കാലമാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതുവരെയും ഇല്ലാത്ത ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൾ തീരുമാനിച്ചു, മരുമക്കളോട് 2 പേരോടും പറഞ്ഞു, നമുക്ക് മടങ്ങിപ്പോകാം. ഹല്ലേലൂയ. അതിന് അവൾ തയ്യാറായിരുന്നു. ചിലരുണ്ട് ഹല്ലേലൂയ എന്തോ പറയും, വീട്ടുകാരെന്നാ പറയും, അവിടെ ഇട്ടേച്ച് ഓടി വന്നിട്ട് ഇപ്പം അവിടെ ദൈവം സന്ദർശിക്കുന്നെന്ന് കണ്ടിട്ട് തിരിച്ചു വന്നല്ലോ എന്നൊക്കെ ഉള്ള നാണക്കേടാന്ന് ഓർത്തിരുന്നില്ല. അവൾ റെഡിയായിരുന്നു. ഞാൻ കയ്പായി മധുരമുള്ള ഹല്ലേലൂയ നവോമി എന്ന് പറയുന്ന സ്വീറ്റ്. നമ്മൾ പറയുന്നത് എന്തുവാണ്? ഹല്ലേലൂയ ഞാനിപ്പോൾ കയ്പ്, എന്നെ നവോമി എന്ന് വിളിക്കരുത്. ഐ ആം നൗ കോൾഡ് ബിറ്റർ. അല്ല ആ ബിറ്റർനെസ് ഹല്ലേലൂയ കയ്പായ അനുഭവത്തിൽ കൂടാണ് ഞാൻ മടങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കയ്പിൻ്റെ അനുഭവത്തിൽ കൂടാണോ പോകുന്നത്? ഹല്ലേലൂയ. നീ കർത്താവിലേക്ക് അടുക്കുവാൻ അത് മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ പട്ടിണിയോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ആപത്തോ വാളോ അല്ല വരുവാനുള്ളതോ ഹല്ലേലൂയ ഇപ്പോഴുള്ളതോ ഒന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാനിടയാക്കരുത്. ഹല്ലേലൂയ. ഇവിടെ എന്തു പറ്റിയെന്നറിയാമോ? ഹല്ലേലൂയ ഇവിടെ വരുമ്പം ഒരു ഓപ്ര അവൾ പറഞ്ഞങ്ങ് പോയി. ഹല്ലേലൂയ അവൾ തീരുമാനിച്ച് തിരിച്ചു പോകാൻ. പക്ഷേ മോവാബ്യ സ്ത്രീ ആയിരിക്കുന്ന രൂത്ത് നവോമിയുടെ ദൈവത്തെ സേവിക്കാൻ അവൾ തീരുമാനിച്ചു. ആമേൻ. ഈ നവോമി പറഞ്ഞ അറിവേ ഉള്ളൂ നവോമിയുടെ ദേശത്തെക്കുറിച്ചും. ഹല്ലേലൂയ. ദേശത്ത് വന്നപ്പോൾ നവോമി പറയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ്റെ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ചാർച്ചക്കാരനാണ്. ഹല്ലേലൂയ. അവൻ്റെ അടുക്ക ചെന്നാൽ വീണ്ടെടുപ്പ് കിട്ടും. ഹല്ലേലൂയ. എന്തെന്നറിയാവോ? നമുക്ക് ഹല്ലേലൂയ നഷ്ടമായത് നമ്മുടെ കുടുംബത്തെ നിലനിർത്താൻ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് വീണ്ടെടുപ്പുകാരനാകണമെങ്കിൽ ചില ഹല്ലേലൂയ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുവാണ്? ആരാണ് വീണ്ടെടുപ്പുകാരൻ? ഈ വീണ്ടെടുപ്പുകാരൻ ഒരു ധനികനായിരിക്കണം, വീണ്ടെടുക്കത്തക്കോണം ഹല്ലേലൂയ കഴിവുള്ളവനായിരിക്കണം. അതുമാത്രമല്ല ഹല്ലേലൂയ വീണ്ടെടുക്കാൻ മനസ്സുള്ളവനുമായിരിക്കണം. വാസ്തവത്തിൽ ബോവസിനെക്കാട്ടിലും അടുത്ത വേറൊരു ചാർച്ചക്കാരൻ ഹല്ലേലൂയ അവൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു. വീണ്ടെടുക്കുവാൻ അവനാണ് ആദ്യത്തെ ഹല്ലേലൂയ പിന്നെ സാധാരണ മുറയനുസരിച്ച് അവനാ വരേണ്ടത്. പക്ഷേ ഹല്ലേലൂയ ബോവസ് എന്ന് പറഞ്ഞപ്പം വീണ്ടെടുക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ സ്ഥലം വീണ്ടെടുക്കുമ്പോൾ നവോമിയുടെ സ്ഥലമൊക്കെ നീ വീണ്ടെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നവോമിയും ഹല്ലേലൂയ അതിൻ്റെ അവിടെ മരുമോളെയും ഈ മോവാബിയക്കാരിയായ നവോമിയെയും വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഓ വേണ്ടായേ വേണ്ട. ഹല്ലേലൂയ. എന്നാലോ ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഹല്ലേലൂയ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവൻ്റെ വയലിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അധ്വാനിച്ചാൽ, അതുകൊണ്ടാണ് ഹല്ലേലൂയ യേശു തന്നെ പറയുന്നത്,
നാളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്ത് ഉടുക്കും, എന്ത് കഴിക്കുമെന്ന് മത്തായിയുടെ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. എന്തുവാണ്? ജാതികൾ അത് അന്വേഷിക്കുന്നു, നമ്മളോ മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലം ലഭിക്കും. We need to seek ye first the kingdom of God. Hallelujah. ഈ ദിവസങ്ങളിൽ നമ്മൾ we were so caught up in all the things of this world, so busy. Hallelujah. ജോലിയിലാണേലും മക്കളെ വളർത്താനാണേലും ഹല്ലേലൂയ, അങ്ങനെ പല വിധത്തിൽ നമ്മൾ ഹല്ലേലൂയ പല ബന്ധപ്പാടുകളിലായിരുന്നു. വചനം കേൾക്കുന്നുണ്ടെങ്കിലും ആ മുള്ളിനകത്ത് വചനം വിതറുന്നുണ്ട്, മുള്ളു വന്ന് ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെരമ്യാവ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, നീ വിതയ്ക്കുമ്പോൾ മുള്ളിൻ്റെ ഇടയ്ക്ക് വിതയ്ക്കരുത്. ആമേൻ. ഹല്ലേലൂയ. മുള്ളിൻ്റെ ഇടയ്ക്ക് വിതച്ചാൽ കുഴപ്പം എന്തെന്നറിയാവോ? നിന്റെ മനസ്സിനകത്ത് പലവിധമായ വിചാരങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മുള്ളെടുക്കാതെ, അത് ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, ഇന്ന് ഹല്ലേലൂയ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഈ വചനം കേട്ട് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ പലവിധമായ വിചാരങ്ങളും ഭാരങ്ങളും വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാവോ? ഹല്ലേലൂയ. ആമേൻ. ഈ വചനം കേട്ടതെല്ലാം മറന്നുപോകും. യഹോവയെ തന്നെ ആശ്രയിക്കുന്നവർ ആയിരിക്കണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആയിരിക്കുന്നവരെ ഒന്ന് വായിക്കാം നമുക്ക്. യെരമ്യാവ് അത് മുഴുവൻ വായിച്ചില്ല. ഹല്ലേലൂയ. യെരമ്യാവിൻ്റെ പുസ്തകം 17 പറഞ്ഞ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യഹോവ തന്നെ ആശ്രയമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരങ്ങളൊക്കെ വന്നാലും ദൈവം തന്നെ ആശ്രയമാണെങ്കിൽ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് 17:8 ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അന്നോ ദൈവം ആശ്രയിക്കുന്നവരുടെ ലക്ഷണം എന്തെന്നറിയാവോ? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാണ്. എത്ര ഉഷ്ണം തട്ടിയാലും ഇല വാടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നീ സർവശക്തൻ്റെ നിഴലിലാണ്. വേലികാലൂയ തട്ടാതെ വണ്ണം എൽഷദായ് സർവശക്തൻ എന്ന് പറഞ്ഞ എന്തുവാ? മുലയൂട്ടി വളർത്തുന്നതിൻ്റെ അമ്മയെക്കാട്ടിലും ഉത്തമമായ കർത്താവ്, അവൻ്റെ ചിറങ്കീഴിലാണ് നീ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് പറയാൻ സാധിക്കും, അവൻ നിൻ്റെ സങ്കേതം. ഹല്ലേലൂയ. അവൻ നിൻ്റെ ബലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഒന്നിനെയും കൊണ്ട് ഭയപ്പെടേണ്ട. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. പകൽ പറക്കുന്ന അസ്ത്രത്തെ, രാത്രി സഞ്ചരിക്കുന്ന ഹല്ലേലൂയ മഹാമാരിയെ ഒന്നും കണ്ട് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിൽ ഒരു ബാധയും ബാധിക്കയില്ല. ഹല്ലേലൂയ. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാവോ? ആമേൻ. ദൈവമാശ്രയമായിരിക്കുന്ന ഹല്ലേലൂയ സർവശക്തൻ്റെ നിഴലിൽ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ ബോവസിൻ്റെ അടുത്ത് വന്നു വയലിൽ. ഹല്ലേലൂയ. സമയം കടന്നു പോകുന്നല്ലോ, ഞാൻ കടന്നു വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ ബോവസിനെ കുറിച്ച് നവോമി പറഞ്ഞ അറിവേ ഉള്ളൂ. നമുക്കൊരു ചാർച്ചക്കാരനുണ്ട്, റെഡീമറുണ്ട്, വീണ്ടെടുപ്പുകാരനുണ്ട്. വന്നാൽ അവൻ നമ്മളെ റെഡീം ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് അറിവേ ഉള്ളൂ. ആമേൻ. നമുക്ക് നോക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോളൂ അവൾ തീരുമാനിച്ചു. 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പോയൊന്ന് ആ വയലിലൊന്ന് പോയിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇതുവരെയും ഹല്ലേലൂയ ആമേൻ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നടന്നെങ്കിൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്തുനിന്ന് ഹല്ലേലൂയ ഇനി സമയം അടുത്തു. ഹല്ലേലൂയ. God is stirring us. പ്രത്യേകിച്ച് സഹോദരിമാരെ ഹല്ലേലൂയ ഈ അന്ത്യകാലത്തെ ഹല്ലേലൂയ വേലയ്ക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് സഹോദരിമാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ കുഞ്ഞുങ്ങളെ വളർത്തി കൂട്ടാൻ വെച്ച് കറികളുണ്ടാക്കി ഹല്ലേലൂയ നമ്മുടേതായ ലോകത്തിൽ കഴിയായിരുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നു, ദൈവത്തെ അന്വേഷിക്ക്. അവൻ ഹിതമെന്താണ്? നിന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്തുവാണ്? നിന്നെ ഹല്ലേലൂയ പലവിധമായ ശോധനയെ കൂടെ കടത്തിവിടുന്ന എന്തെന്ന് ഈ ദിവസങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിന്നോട്
സംസാരിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹോശയ്യായി പറയുന്നത്, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ തനിയെ കൊണ്ടുപോയി നിന്നോട് സമാധാനമായി സംസാരിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എന്തിനെന്നറിയാവോ? നിന്റെ താഴ്വര, കണ്ണുനീരിന്റെ താഴ്വരെ പ്രത്യാശ താഴ്വരയാക്കുവാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കുവാൻ അവൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ നമ്മളുമായി തന്നെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങള് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ he wants to change hallelujah he wants to give you beauty out of the ashes morning hallelujah hallelujah morning out of the morning to joy hallelujah അതിനായി ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ഇവിടെ എന്തെന്നറിയാവോ? നവോമി പറയുകയാണ്, നീ വീണ്ടെടുപ്പുകാരനെ പോയി അവളവിടെ നല്ല അധ്വാനമൊക്കെ ചെയ്യുക, രാവിലെ തൊട്ട് വൈകിട്ട് പോയി അവിടെ പറക്കുക. നീ പറക്കി നടന്നാൽ പോരാ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരൻ്റെ വയലിൽ പിറക്കി നടന്നാൽ പോരാ. നീ അതിൻ്റെ അവകാശിയായി വീണ്ടെടുപ്പുകാരനുള്ളത് ഹല്ലേലൂയ ആയിരിക്കുന്ന ഹല്ലേലൂയ അവൻ്റെ വയൽപ്രദേശമായിരിക്കുന്ന അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങി നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ഹല്ലേലൂയ ഓരോ ദിവസത്തെ ഭാരവും പ്രയാസമായി ഇങ്ങനെ നടന്നാൽ പോരാ. നിന്നെ സമൃദ്ധിയായി നടത്തുവാൻ, എല്ലാ അനുഗ്രഹവും നിനക്ക് തരുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ അതിനുവേണ്ടി ഹല്ലേലൂയ നവോമി രൂത്തിനോട് പറയുന്നുണ്ട്, രൂത്തെ നീ ഇന്നൊരു കാര്യം ചെയ്യും. 3-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ ഇങ്ങനെ പിറക്കി നീ ഒത്തിരി അധ്വാനിക്കുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവളെ പോയി അമ്മായിമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു. ഹല്ലേലൂയ ബോവസിന് ഹല്ലേലൂയ അവളോട് അമേൻ പ്രത്യേകമായ താല്പര്യമൊക്കെ കണ്ടു. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാനായിട്ടല്ല. ഹല്ലേലൂയ നീ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നീ അവൻ്റെ കളപ്പുരയിൽ പോകണം. സാധാരണ സ്ത്രീകൾക്കൊന്നും കളപ്പുരയിൽ പോകാനൊക്കത്തില്ല, എങ്കിലും നീ ഇന്ന് പോകണം. ഹല്ലേലൂയ പോയിട്ട് അവിടെ നിന്ന് നീ നോക്കണം എവിടാണ് അവൻ കിടക്കുന്നത്. ഹല്ലേലൂയ അവൻ കഴിച്ച് കുടിച്ചെല്ലാം കഴിയുന്നവരെയും കാത്തിരിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സന്തോഷം നീ അനുഭവിക്കുവാൻ, ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം അനുഭവിക്കുവാൻ, ഉദാചാരക സന്തലക്ഷസാരക നിന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നീതി വിതയ്ക്കേണ്ടതിന് ആമേൻ ഹല്ലേലൂയ അവന്റെ ദയ ഉണ്ടാകേണ്ടെന്ന് വീണ്ടെടുപ്പുകാരന്റെ ദയക്കൊത്തവണ്ണം കൊയ്യുവാൻ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാവോ? അവന്റെ കാൽക്കലൊന്ന് ഹല്ലേലൂയ രാത്രികാലം ഒന്ന് പോയി കിടക്ക്. അന്നേരം എന്തുവാണ് നവോമി പറയുന്നതെന്നറിയാം? 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് കിടക്ക്. കിടന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അവൻ നിന്നോട് പറയും എന്ത് ചെയ്യണമെന്ന്. ഹല്ലേലൂയ ഉദാചാരക സന്തലക്ഷസാരക എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഈ ജോലി പോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലം, അവരുടെ വിവാഹത്തിൻ്റെ വിഷയങ്ങൾ, പലവിധമായ വിഷയങ്ങൾ, നിന്റെ പ്രിയപ്പെട്ടവരായിരുന്നവർ, അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നത്, അവരുടെ ഹല്ലേലൂയ വേർപാട് മൂലം ദുഃഖിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ ഹല്ലേലൂയ ഉദാചാരക സന്തലക്ഷസാരക നിന്റെ കണക്കൂട്ടുകളെല്ലാം അപ്പുറമായി പലതും സംഭവിച്ചിരിക്കുന്ന രൂത്തിനെ നവോമിയെ പോലുള്ള ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളെ ഈ ദിവസങ്ങൾ ദൈവം പറയുന്നത് ആമേൻ അവന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ആമേൻ 3:18 ഹല്ലേലൂയ എന്താണെന്നറിയാവോ? 3-ാം അധ്യായത്തിൽ നീ അവിടെ പോയി കിടക്കണം. ഹല്ലേലൂയ എന്നിട്ട് ഹല്ലേലൂയ അവൻ പറയും എന്താണെന്ന്. ഹല്ലേലൂയ അവൾ കിടക്കുകയാണ്. എന്നാലോ അർദ്ധരാത്രി ആയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഉദാചാരക സന്തലക്ഷസാരക ഹല്ലേലൂയ അവനിതാ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ ആരും സഹായിക്കാൻ വയ്യാത്ത അർദ്ധരാത്രികളിൽ ആമേൻ ഉദാചാരക സന്തലേ ജൂതലക്ഷസാരക പൗലോസും സീലാസും ഹല്ലേലൂയ ദൈവത്തിന് മാസഡോനിയയിൽ ഒരു വിളിയുണ്ട്. ഒരു മനുഷ്യൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മാസഡോനിയയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നടന്നവനാണ്. ഹല്ലേലൂയ എങ്കിലോ മാസഡോനിയയിൽ വന്നപ്പോൾ എന്തു പറ്റി? അടികൊണ്ട് ജയിലിലിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് അവൻ്റെ വിശ്വാസം തളർന്നില്ല. അവൻ അർദ്ധരാത്രി
മുഖ്യമന്ത്രിയായ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ജയിലിൽ കിടക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ അവൻ്റെ സ്തുതികൾ അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അടുത്തുള്ളവരവനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസിയെ ഹല്ലേലൂയ, നിന്റെ അഭിഷേകം എവിടെ? നിന്റെ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞതും പ്രാർത്ഥിച്ചതും നിന്റെ വിശ്വാസം എവിടെയെന്ന് ലോകം ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ഉദാചാരക സന്തലക്ഷസാരക നിന്റെ അനുഭവങ്ങൾ പൗലോസും ശീലാസും ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കിടന്ന പോലെ ഒരുപക്ഷെ കാരാഗ്രഹമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ ആയിരിക്കാം ഇപ്പോൾ നീ കടന്നു പോകുന്നത്. എങ്കിലോ ഹല്ലേലൂയ അവരത് ഹല്ലേലൂയ ദേഹം മുഴുവൻ വേദനയാണ്, ചതച്ചടച്ച് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ ഭൂതത്തെ ഇറക്കി വിട്ടതുകൊണ്ട്, വേറൊന്നും കൊണ്ടല്ല, ഭൂതത്തെ ഇറക്കി വിട്ടുകൊണ്ട് അവരെല്ലാം കൂടി ആ ഹല്ലേലൂയ അവരെ അടിച്ച് ജയിലിലാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. അന്നേരവും ഹല്ലേലൂയ സുവിശേഷത്തിന് വേണ്ടി അടിയിട്ടുമ്പോഴും ഹല്ലേലൂയ വേദനയുള്ള ചങ്ങലയിൽ കിടക്കുമ്പോഴും ഹല്ലേലൂയ നിന്റെ പാട്ട് നിൽക്കരുത് കേട്ടോ. ഹല്ലേലൂയ നിന്റെ എല്ലാ കഷ്ടങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ കഷ്ടത്തിൽ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ഹല്ലേലൂയ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ആദ്യം ആരാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാവോ? ഹല്ലേലൂയ കഷ്ടത്തിൽ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു. പിന്നാണ് പറയുന്നത് നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ആദ്യം കഷ്ടം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ. ഓർത്തോണെ, പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഹല്ലേലൂയ സഭ പ്രാർത്ഥിച്ചു. എന്നാലോ ഹല്ലേലൂയ ആ സമയത്ത് പത്രോസിനെ വിടുവിച്ച് ഹല്ലേലൂയ ജയിലിനകത്തുനിന്ന് നമുക്ക് കാണാം പത്രോസിനെ വിടുവിച്ച് കൊണ്ടുവരുന്നത്. എങ്കിലോ ഹല്ലേലൂയ പത്രോസ് ഉറക്കമായിരുന്നു, അവിടെ സഭയാ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. എങ്കിലോ ഇവിടെ നമുക്ക് കാണാം പൗലോസും ഹല്ലേലൂയ ശീലാസും പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോൾ ആമേൻ അവൻ്റെ ചങ്ങല മാത്രമല്ല ഹല്ലേലൂയ ഉദാചാരക സന്തലക്ഷസാരക ആ കാരാഗ്രഹത്തിലെ എല്ലാവരുടെയും ചങ്ങലകൾ തകർന്നു. അതുമാത്രമല്ല കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. ഹല്ലേലൂയ അബ്ദാചാരക നീ കഷ്ടങ്ങളുടെ നടുവില്, ഈ രോഗങ്ങളുടെ നടുവില്, വേർപാടിന്റെ നടുവില് ശത്രു നിന്റെ പാട്ട് ഇല്ലാതാക്കാൻ, നിന്റെ വിശ്വാസം ഇല്ലാതാക്കാൻ ആണ് നോക്കുന്നത്. യോബിനോട് ചോദിച്ചു നോക്ക്. ഹല്ലേലൂയ നീതിമാനായ യോബിനെ ഹല്ലേലൂയ പിശാച് അവൻ്റെ ഹല്ലേലൂയ വിശ്വാസത്തെ തകർക്കുവാൻ നോക്കി. എല്ലാം വന്നപ്പോഴും അതുകൂടാതെ ഭാര്യ പറഞ്ഞു നിന്നെ ഈ ദൈവത്തെ ത്യജിച്ചിട്ട് മരിക്കാൻ പറഞ്ഞു. അല്ലേ നീ പൊട്ടിയെപ്പോലെ സംസാരിക്കുന്നതെന്നാണ് യോബ് പറഞ്ഞത്. കൂട്ടുകാർ വന്ന് 7 ദിവസത്തേക്ക് അവനെ ആശ്വസിപ്പാൻ പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞു ഒന്ന് ചൊല്ലി വന്നതാ. 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ അല്ലല്ലോ വിധം മാറി. ഇത് വന്നതിൻ്റെ കാരണം എന്തേലും പാപം ചെയ്തിട്ടായിരിക്കാം. ഹല്ലേലൂയ നിന്നെക്കുറിച്ച് മറ്റുള്ളവർ വിധിക്കുന്നുണ്ടെങ്കിൽ യോബ് എന്തുവാന്ന് പറയാമോ? നിങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ വിട്ടികളായ വൈദ്യന്മാരാണ്. ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന വിട്ടികളാണ് എന്നാണ് പറയുന്നത്. എന്നാലോ ഞാൻ നിങ്ങൾക്ക് പറയും, നിങ്ങൾ ഈ സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ജ്ഞാനം. ഹല്ലേലൂയ എന്നാണ് യോബ് പറയുന്നത്. ഹല്ലേലൂയ അതൊന്നും കേട്ടിട്ട് വീണില്ല. യോബിന് അറിയാമായിരുന്നു. എന്തുവാണ് അവൻ പറഞ്ഞെന്നറിയാമോ? എനിക്കറിയാം എൻ്റെ വീണ്ടെടുപ്പുകാരൻ, ഐ നോ മൈ റെഡീമർ. ഹല്ലേലൂയ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഹല്ലേലൂയ ആമേൻ. ഓർത്തോണേ, ഒരു വീട്ടിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ 10 ഹല്ലേലൂയ ശവപ്പെട്ടിയാണ് ഇറക്കിയത്. ഹല്ലേലൂയ അതെല്ലാം കഴിഞ്ഞ് ശവടക്കും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഹല്ലേലൂയ ദേഹം മുഴുവൻ വ്രണം. ഹല്ലേലൂയ വ്രണം പോട്ടെ, അതിനകത്തൂടെ പുഴുക്കളാണ്. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ പെയിൻ മെഡിസിൻ ഒന്നുമില്ല, ചാരത്തിലിരുന്ന് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ചൊറിയാണ്. ഹല്ലേലൂയ ചൊറിയും തോറും അത് പൊട്ടി അത് വ്രണം പിന്നെ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളില്ല. ഹല്ലേലൂയ യോബിന് പറവാനുള്ളത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ അന്ന് എൻ്റെ ഹല്ലേലൂയ എൻ്റെ മുൻപിൽ നിൽക്കുമെന്ന് അവന് നല്ലതായിട്ട് അറിയാമായിരുന്നു. അവൻ എന്തുവാന്ന് അറിയാവോ? യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ തൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് വരുമ്പോൾ തൻ്റെ സഭയെ വീണ്ടെടുക്കുന്ന ആ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആമേൻ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ ഈ തൊക്കുകളൊക്കെ ക്ഷയിച്ചാലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അവനെ കാണും. ഹല്ലേലൂയ ആമേൻ. ഈ തൊക്ക് ക്ഷയിക്കുന്ന ഒരു സമയമുണ്ട്. മണ്ണോടുകൂടെ പോയാലും ക്രിസ്തുവിൽ ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നവർ ഹല്ലേലൂയ
ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരും ക്രിസ്തുവിൽ മരിച്ചവരും ആമേൻ ഉയർത്തെടുത്തേൽക്കുന്ന ഒരു സമയം വരുന്നു. ഒരു വീണ്ടെടുപ്പുകാരൻ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുക്കാൻ വരുന്നു. ഈ അല്പനേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടങ്ങൾ സാരമെന്ന് എണ്ണുവാൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ജെയിംസ് പറഞ്ഞിരിക്കുന്നത്, അല്ല പരീക്ഷ കൊണ്ട് ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി പലവിടത്ത് ചിതറിക്കിടക്കുന്ന ക്രിസ്ത്യാനികളോട് അന്ന് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ളവരോട് യാക്കോബ് എഴുതുകയാണ്, നാനാവിധ പരിശോധനയിൽ കൂടെ പോകുമ്പോഴും നിങ്ങൾ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഇതെല്ലായ്പ്പോഴും എപ്പോഴും സന്തോഷിക്കട്ടെ. നമ്മുടെ സന്തോഷം കണ്ടിട്ട് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ നമ്മൾ സേവിക്കും നമ്മുടെ വീണ്ടെടുപ്പുകാരനെ അവർ കാണുവാനിടയാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ വായിച്ച ഹല്ലേലൂയ രൂത്തിൻ്റെ കാര്യം അറിയാമല്ലോ. ഹല്ലേലൂയ. ആ രൂത്തിനോട് പറഞ്ഞത് വായിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പാൻ ഇടയാക്കുന്നു. അതാണെന്ന് പറയാം. അവസാനമായി രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്നറിവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. The man will not be rest until he have finished the thing this day. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മളോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുന്നവരെയും അവൻ അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയാൻ. നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട്. ഉദാചാരക സന്തലക്ഷസാരക അച്ഛലെ ചൂതാചാരക യേശുവിൻ്റെ നാമത്തിൽ പലവിധമായ ഭാരങ്ങളാൽ രോഗങ്ങളാൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന നേരം തന്നെ പരിശുദ്ധാത്മാവേ ഉദാചാരക സന്തലക്ഷസാരക ഒരു പുതിയ വിശ്വാസം ഞങ്ങൾ നിന്നിലേക്ക് ഹല്ലേലൂയ ഞങ്ങൾ നിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ യഹോശാഫാത്ത് പറഞ്ഞിരിക്കുന്ന പോലെ but our eyes is upon you Lord. ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് അന്വേഷിക്കേണ്ട കാലമായിരിക്കുകയാൽ അത് മുഖാന്തരം ഹല്ലേലൂയ നീതിയുടെ മഴ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കേണ്ടതിന് ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നീതിമാനായ കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി നീതി ചെയ്യുന്ന കർത്താവ്, ഈ ദിവസങ്ങളിൽ കർത്താവേ പച്ചപ്പുഴും തുള്ളലും വിട്ടുക്കളിയും തിന്നുകളഞ്ഞ വർഷങ്ങൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു രൂത്തിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരേവം ഹല്ലേലൂയ പിറക്കി നടന്ന ഒരു രൂത്തിനെ അത് ഹല്ലേലൂയ വയലിൻ്റെ ഉടമസ്ഥയാക്കിയ ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ബോവസിനെ ഞങ്ങളെ ഓർപ്പിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. മുൻപേ തന്നെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും സൗഖ്യങ്ങളും വിടുതലും ഹല്ലേലൂയ സമാധാനവും സന്തോഷം തരുവാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നിന്റെ നാമത്തിനായി നീ അത് ചെയ്താട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരും ദൈവം സമാധാനിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് അവനെ അന്വേഷിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ ഹല്ലേലൂയ ആവശ്യമായ ബലമേറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഈ അന്ത്യകാലത്തെ ഉണർവ് വേണ്ടി സഹോദരിമാരെ നമുക്ക് എഴുന്നേൽക്കാം, അവന് വേണ്ടി പണിയാം. ഹല്ലേലൂയ. അതിനായി നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരൻ നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അതിനായി അവനെ ആശ്രയിച്ചവരെ, അവൻ്റെ ചെറിയ കീഴ് വന്നവനെ അവർ ഹല്ലേലൂയ വെറുതെ വിടുകയില്ല. അവൻ വീണ്ടെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് നിങ്ങളെയും വീണ്ടെടുത്ത് സമാധാനത്തോടെ നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. Hallelujah.
Hallelujah, praise God. I just want to take a moment. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. Praise God. I just want to say thanks to everyone. Praise God. Especially Harvest TV. They've done a super job for especially making this happen. Especially ഈ ടൈമിലെല്ലാം നമുക്ക് it's very hard to have നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റത്തില്ല. But I just thank God for the opportunity we are making. It's a different strategy, but it is a beautiful time. ഓരോ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ വചനം കടന്നു വന്ന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹാർവസ്റ്റ് ടിവിക്ക് പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. Praise God. Also I want to thank God for the IPC Church. They opened up their building and allowed us to hold the meeting there. Just from the bottom of our heart, we just want to thank all the officials from the IPC Church. I also want to thank God for the HPF, the committee, all the officials. They have been very supportive to the women's ministry, and I'm just so grateful for them. Very special thanks to all the singers, both English and Malayalam. The worship team, they have done a super job. The musicians, everyone, the sound, just beautiful. Just want to say thank you so much. We are together in this. I want to thank them, each one of you, for your commitment and your dedication. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ HWPF as a team, കർത്താവ് ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ദൈവം തന്ന ഭാഗ്യം ഒത്തിരി അനുഗ്രഹമാണ്. We all love each other. Just want to encourage you, if you have any special prayer request, please don't feel hesitant to call us, and because we have a team of people that are praying together every week. HWPF എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനേക വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുക. So don't hesitate, call us. Hallelujah. I can give you one number. It's 713-775-4313. എന്ത് ആവശ്യമാണെങ്കിലും, because the Bible says, ask and you shall be given unto you, seek and you shall find it, knock and it shall be open unto you. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ദൈവം നമ്മുടെ ശ്രദ്ധ വെച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. എത്ര വിഷയങ്ങളെ ദൈവം നമുക്ക് മറുപടി തരുന്നു. So don't you can feel free to call us anytime. Hallelujah. And know that God is with us. Hallelujah. He will never leave us. Be still and know He is Lord. Hallelujah. He is all with us, and I just want to thank all of you for joining us this great time of worship and message. I want to especially thank all the speakers, both speakers, Sister Sarah Kovur from Springfield, Missouri, and also Sister Feba. Both of them have done an excellent job in ministering the Word of God, and I pray that we would be not just hearers of the Word of God, but we will be doers. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശക്തമായി ദൈവസാന്നിധ്യം അനുഭവിച്ചു. അടുത്തതായിട്ട് ഞാൻ സിസ്റ്റർ ഏലിയമ്മ ഉമ്മൻ will come forward, പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ആവശ്യമായ ദൂത് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കേട്ട ദൂത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അത് ജീവിത പ്രയോജനമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കേൾക്കുന്ന വചന ഹൃദയത്തിൽ സ്വരൂപിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രായോഗികമാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കാനും കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണു വന്ന എല്ലാവരും ഈ വചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇത്തന്നെ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിതാവെ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാനും അല്പസമയം നിന്റെ സന്നിധിയിൽ കർത്താവെ സമയം ചിലവഴിപ്പാനും നിന്റെ വചനം കേൾപ്പാനും തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിതാവെ, നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി താഴ്ത്തി അടുത്ത പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. നീ ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. എത്ര അത്ഭുതകരമായ അതിശയമായ കർത്താവെ, നീ ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നല്ല കർത്താവെ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. HWPF സ്തോത്രം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഈ വരുംകാലങ്ങളിൽ അനേകർക്ക് താങ്ങും തണലുമായി അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു കൂട്ടമായി ഇതിനെ ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, വചനം പറഞ്ഞാൽ നിന്റെ ദാസിയെ ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ജനങ്ങൾക്ക് ആവശ്യമായ ദൂത് നീ നൽകിക്കൊടുത്തിരിക്കാൻ സ്തോത്രം. നീ മധ്യമനുമായി അനുഗ്രഹിക്കണമേ എന്നടികൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ COVID-19 ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവേ, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഭവനങ്ങളിലൊക്കെ തനിയായിട്ട് മാസങ്ങളായിട്ട് പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തനിയെ ഭവനങ്ങളായിരിക്കുമ്പോൾ കർത്താവെ നിന്റെ സാന്നിധ്യത്തിൽ മറന്നേരെ മറിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ കർത്താവെ അവിടുന്ന് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നിരാശപ്പെട്ടു പോകാതെ, ഡിപ്രഷനിലാകാതെ, ഡിസപ്പോയിന്റ് ആകാതെ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സമയം നിന്റെ പാദങ്ങളിൽ കർത്താവെ ചെലവഴിപ്പാൻ അവരുടെ സമയങ്ങൾ കർത്താവെ തക്കത്തിൽ ഉപയോഗിപ്പാൻ, നിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ, അത് ഗ്രഹിപ്പാൻ കർത്താവെ സ്തോത്രം, അതിൽ ധ്യാനിപ്പാൻ ഞങ്ങളുടെ പൈതൃക ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനങ്ങളായിട്ട് കുടുംബങ്ങളെല്ലാം തരുന്നു സ്തോത്രത്തോടെ ചെറുകഴിഞ്ഞ് മറച്ചു കൊള്ളണമേ. പ്രത്യേകമായിട്ട് കർത്താവെ സ്തോത്രം, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ശ്രദ്ധയിൽ ഏൽപ്പിക്കുന്ന പിതാവെ, ഒരു വൈറസും ഒരു ബാക്ടീരിയ അവരെ തൊടാതെ വണ്ണം കർത്താവെ സ്തോത്രം അവർക്ക് 3 മുതൽ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രത്യേകമായിട്ട് പിതാവെ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന സബ്മിഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സബോർഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്ര ഈ രാജ്യത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ എന്റെ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര കർത്താവ്, ഈ ലോകത്തിന് മുമ്പിൽ ജീവനുള്ള ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ കർത്താവെ ഈ രാജ്യത്തെ കർത്താവെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവേറ്റ് വളർത്തിരിക്കുന്ന ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കാൻ, അവിടുത്തെ ഏത് ദിവസം വന്നാലും ഒരുക്കമുള്ളവരെ കാണപ്പെടുവാൻ പിതാവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവെ, ഞങ്ങൾ ഇന്ത്യക്കാരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഞങ്ങളുടെ ഇന്ത്യ കർത്താവെ ഞങ്ങൾ നിന്റെ പാദത്തിലേക്ക് അർപ്പിക്കുന്നു. കർത്താവെ, ഓരോ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ, അവിടെ ബാക്കി എന്ന ദാസിദാസന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്കോ അവരുടെ കുടുംബങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്കോ അവരുടെ കുടുംബങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ സ്തോത്രം അനേക ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവെ നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം കർത്താവെ അതിശക്തിയോടെ അവിടെ വിതപ്പാൻ സഹായിക്കണമേ. അനേകരെ കടന്നുപോയി സഹായിക്കുവാൻ കർത്താവെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ ആരും കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം പിതാവേ, സ്തോത്രം. ഞങ്ങൾക്ക് നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ എന്റെ ദൈവമേ സ്തോത്രം, ഞങ്ങൾ ആരുടെ മക്കൾ ബോധ ദിവസങ്ങൾ ഹൃദയങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ ഓരോരുത്തരുമുള്ള ബോധം അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാനും സ്തോത്രം, യാതൊരു നൽകിയിരിക്കാനും സ്തോത്രം. എല്ലാം ഞങ്ങൾ പേര് ചെയ്തു വെച്ച യേശുവിന്റെ നാമത്തിൽ വേദിക്കുന്നു. സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവായ ഏക ദൈവത്തിന്റെ കൃപയും സ്നേഹവും സാന്നിധ്യവും സഹവാസവും നാം ഓരോരുത്തരോടും നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമ്പോഴാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ